ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട 40ഓളം വരുന്ന നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളെക്കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതൊരു ക്വിക്ക് റിവിഷൻ ആണ്. അപ്പോൾ ഏതൊക്കെയാണോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കേണ്ട ഫോക്കസ് ഏരിയ അതെല്ലാം നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് പോകുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെ നായർ സർവീസ് സൊസൈറ്റിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ, മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി. അതായത് NSSന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. ഈ നായർ സർവീസ് സൊസൈറ്റി എന്നാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1914 ഒക്ടോബർ 31 NSS രൂപീകൃതമായത്. അപ്പോൾ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. എന്നാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ 1944 ഒക്ടോബർ 31. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ K കണ്ണൻ മേനോനാണ്. ഒരിക്കൽ PSC ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് അത് K കണ്ണൻ മേനോനാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച ആരാന്ന് ചോദിച്ചാൽ അത് K പരമുപിള്ളയാണ്. അപ്പോൾ രണ്ടും രണ്ടാണ്, ഓർത്തു വയ്ക്കുക. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് K കണ്ണൻ മേനോനാണ്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച ആരാന്ന് ചോദിച്ചാൽ K പരമുപിള്ളയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഒത്തിരി തവണ PSC ചോദിച്ചെങ്ങനെയാണ്, എവിടെയാണ്? പെരുന്നയിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, പെരുന്ന ചങ്ങനാശ്ശേരി. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് K കേളപ്പനാണ് ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നാണ് ചോദിച്ചാൽ 1950. അപ്പോൾ NSS എന്ന് പറയുന്ന ആ ഒരു സാമൂഹിക സംഘടനയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. നമ്മൾ ഒന്നുകൂടി പറയാം. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. എന്നാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ മക്കളെ 1914 ഒക്ടോബർ 31. നായർ ഭൃത്യജന സംഘം ആണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി ആയത്. അപ്പോൾ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് K കണ്ണൻ മേനോനും നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച ആരാന്ന് ചോദിച്ചാൽ അത് K പരമുപിള്ളയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ പെരുന്ന ചങ്ങനാശ്ശേരിയാണ്. ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? K കേളപ്പനാണ്. ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. ഇനി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നാ ചോദിച്ചാൽ 1950. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള സംഘടനയാണ് SNDP യോഗം. ഓക്കെ, SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഒത്തിരി തവണ PSC ചോദിച്ചങ്ങനെ ചോദ്യമാണ്. SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം. SNDPയുടെ സ്ഥാപക സെക്രട്ടറിയാണ് കുമാരനാശാൻ. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതും ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ് ആജീവനാന്ത അധ്യക്ഷൻ. ഓക്കെ, SNDP യോഗത്തിന്റെ ആസ്ഥാനം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, കൊല്ലത്താണ് SNDP യോഗത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. SNDP യോഗം നിലവിൽ വന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാൽ 1903 മെയ് 15. ഒത്തിരി എക്സാമിന് ഈ ഒരു ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 1903 മെയ് 15 SNDP യോഗം നിലവിൽ വന്നത്. SNDP യോഗത്തിന്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. ഓർത്തുവച്ചോ, ഇമ്പോർട്ടന്റ് ആണ് വിവേകോദയം. SNDP യോഗത്തിന്റെ നിലവിലത്തെ മുഖപത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗനാഥമാണ്. ഓക്കെ, അപ്പോൾ മുഖപത്രം വിവേകോദയം. ഇന്ന് എന്താണ് SNDPയുടെ നിലവിലത്തെ മുഖപത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗനാഥമാണ്. ആദ്യം വിവേകോദയമായിരുന്നു. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യമാണ് പറഞ്ഞത്. SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ചോദിച്ചിട്ടുണ്ട്, വാവൂട്ട് യോഗമാണ്. സ്ഥാപക സെക്രട്ടറി കുമാരനാശാനും ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ആസ്ഥാനം കൊല്ലം. രൂപീകൃതമായത് 1903 മെയ് 15. അതേപോലെ തന്നെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ SNDP യോഗത്തിന്റെ വിവേകോദയം. ഇന്നത്തെ ഏതാണെന്ന് ചോദിച്ചാൽ മുഖപത്രം യോഗനാഥമാണ്. ഓക്കെ, അടുത്തതാണ് സാധുജന പരിപാലന സംഘം. ഒത്തിരി തവണ PSC ചോദിച്ചേക്കണത് എന്നാണ് ഇത് രൂപീകൃതമായത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചേക്കണത്. അങ്ങനെയാണെങ്കിൽ എന്നാണ് സാധുജന പരിപാലന സംഘം രൂപീകൃതമായ വർഷം? 1907 സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? SNDP യോഗം എന്ന് പറയുന്നത്. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. അതേപോലെ അദ്ദേഹത്തിന് എന്താണ്
പ്രചോദനമായ സംഘടന സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അത് SNDP യോഗമാണ്. എന്നാണ് ഇത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ 1907 സാധുജന പരിപാലന സംഘം പേരുമാറി പുലയൻ മഹാസഭ എന്നായ വർഷം 1938. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായി 1913 ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയുടെ ആദ്യ പത്രാധിപരായിരുന്നു ചെമ്പുത്തറ കാളിക്കറുപ്പൻ. ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ്. അന്നിത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇന്ന് ഏകദേശം എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം, ഈ പറയുന്ന സംഭവം അറിയാം. അപ്പൊ സാധുജന പരിപാലിനിയുടെ ആദ്യ പത്രാധിപരാരാന്ന് ചോദിച്ചാൽ ചെമ്പുത്തറ കാളിക്കറുപ്പനാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തത് യോഗക്ഷേമ സഭ. ഓക്കെ, യോഗക്ഷേമ സഭ എന്നാണ് യോഗക്ഷേമ സഭ രൂപീകൃതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1908 യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ഏത് സമുദായത്തിന്റെ പുരോഗതി ലക്ഷ്യമായിട്ടാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? ബ്രാഹ്മണ സമുദായത്തിന്റെ പുരോഗതി ലക്ഷ്യമായിട്ട് രൂപം കൊണ്ടതാണ് യോഗക്ഷേമ സഭ 1908. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഏത് സംഘടനയുടെ യുവജന വിഭാഗമാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം എന്ന് ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഏതിന്റെയാണ്? യോഗക്ഷേമ സഭയുടെ എന്താണ് യുവജന വിഭാഗത്തിന്റെ പത്രമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? യോഗക്ഷേമ സഭ. എവിടെ വച്ചാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ആലുവയിൽ വച്ചാണ് യോഗക്ഷേമ സഭ. ആലുവയിലാണ്. അപ്പോൾ നമ്മൾ നിലവിലെ 4 കുറിച്ചാണ് പറഞ്ഞത്. നായർ സർവീസ് സൊസൈറ്റി പഠിച്ചു, SNDP യോഗം പഠിച്ചു, സാധുജന പരിപാലന സംഘം പഠിച്ചു, യോഗക്ഷേമ സഭ പഠിച്ചു. എല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് തോന്നുന്നു. നായർ സർവീസ് സൊസൈറ്റി NSS 1914 ഒക്ടോബർ 31, SNDP 1903 മെയ് 15, സാധുജന പരിപാലന സംഘം 1907, യോഗക്ഷേമ സഭ 1908. ഓക്കെ, ഇനി നമുക്ക് സാമൂഹിക മത നവോത്ഥാന നേതാക്കളെ കുറിച്ച് നോക്കാം. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഇത് വീണ്ടും 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 ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് എന്താണ് ഓക്കെ ആയിരിക്കും. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി എന്നതാണ്. അപ്പോൾ കൃഷ്ണൻ നമ്പ്യാതിരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെട്ടത് ആഗമാനന്ദ സ്വാമികൾ. സ്വാമി ആഗമാനന്ദൻ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ച സ്ഥലമാണ് പുതുക്കാട്. തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് സ്വാമി ആഗമാനന്ദൻ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ആശ്രമം സ്ഥാപിച്ച സ്ഥലം. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം താഴെ പറയുന്നവയിൽ ഏത് നവോത്ഥാന നായകന്റെ ചോദിച്ചാൽ ആഗമാനന്ദനെയാണ് പ്രബുദ്ധ കേരളം. കാലടി രാമകൃഷ്ണ അദ്വൈത ആശ്രമത്തിന്റെ സ്ഥാപകനാണ് ആഗമാനന്ദ സ്വാമി. ഹൈസ്കൂൾ പഠനകാലത്ത് സനാതന വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചതും ആഗമാനന്ദ സ്വാമി ആയിരുന്നു. ഓക്കെ, അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആഗമാനന്ദ സ്വാമികളുടെയാണ്. അമൃതവാണി 1936 കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചതും ആഗമാനന്ദ സ്വാമികളാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത് ആഗമാനന്ദ സ്വാമികളുടെ പേര് കൃഷ്ണൻ നമ്പ്യാതിരി. അതേപോലെ തന്നെ അദ്ദേഹത്തെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതേപോലെ തന്നെ ആദ്യത്തെ ആശ്രമം പുതുക്കാട് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥാപിച്ചത്. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണമാണ് അദ്ദേഹത്തിന്റെ. അതേപോലെ തന്നെ ഹൈസ്കൂൾ പഠനകാലത്ത് സനാതന വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്. അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരുടെയാണെന്ന് ചോദിച്ചാൽ അതും ആഗമാനന്ദ സ്വാമികളുടെയാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 1825 മുതൽ 1874 വരെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. മുക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ മുക്കുത്തി സമരം ഒത്തിരി തവണ PSC ചോദിച്ചേക്കണതാണ്. ഇതിന്റെ സിനിമയൊക്കെ ഇറങ്ങിയേക്കണെയാണ്, നമ്മളതൊക്കെ കണ്ടേക്കണെയാണ്. മുക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട ആളാണ് ആരെന്ന് പറയുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സഹധർമ്മിണിയാണ് വെളുമ്പി. അതേപോലെ തന്നെ ബോട്ട് യാത്രക്കിടെ ഇരുളിന്റെ മറവിൽ വധിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ അതാരാണെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്.
ബോട്ട് യാത്രക്കിടെ ഇരുളിന്റെ മറവിൽ വധിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നേതാവാരാണ് എന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ബോട്ട് യാത്രക്കിടയിൽ മരിച്ചത്. 1852 മംഗലത്ത് ക്ഷേത്രം നിർമ്മിച്ച് ശിവപ്രതിഷ്ഠ നടത്തിയതും ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മംഗലം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അവർണ സമുദായ അംഗങ്ങൾക്കായി കഥകളി പരിശീലന കേന്ദ്രം സ്ഥാപിച്ചു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ മംഗലം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അവർണ സമുദായത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയാണ് കഥകളി പരിശീലന കേന്ദ്രം ആര് സ്ഥാപിച്ചു? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. PSC എത്ര തവണ ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് പറയാൻ പറ്റത്തില്ല, അത്ര തവണ PSC ചോദിച്ചതാണ്. അച്ചിപ്പുടവ സമരം നയിച്ചത് താഴെ പറയുന്നതിൽ ഏത് നവോത്ഥാന നായകനാണ് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 1859 ഏത്താപ്പൂ സമരത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പോൾ ഏത്താപ്പൂ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ എന്നാണെന്ന് ചോദിച്ചാൽ 1859 മക്കളെ ഒന്ന് ഓർത്തു വച്ചോ. ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഈ ഒരു ചോദ്യം. 1859 ഏത്താപ്പൂ സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ മുക്കുത്തി സമരം നടന്നത് പന്തളത്താണ്. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെയാണ്. അപ്പോൾ കേരള നവോത്ഥാന നായകരിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 19-ാം നൂറ്റാണ്ട് എന്ന ചലച്ചിത്രത്തിൽ ആരുടെ ജീവിതമാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നമ്മളെല്ലാവരും കണ്ട സിനിമയാണ് 19-ാം നൂറ്റാണ്ട്. അതിൻ്റെ അകത്ത് ആരുടെയാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ വീരസാഹസികമായിട്ടുള്ള കഥകളാണ് അതിൻ്റെ അകത്ത് കോർത്തിണക്കിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്? സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചുള്ളൂ. മെയിനായിട്ട് ഈ പറയുന്ന മുക്കുത്തി സമരം ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ്? അച്ചിപ്പുടവ സമരം ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ്? ഏത്താപ്പൂ സമരം, അത് 1859 ഓർത്തു വെച്ചോ. അതേപോലെ കേരള നവോത്ഥാന നായകരിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് പഠിക്കാം സ്വാമി ആനന്ദ തീർത്ഥൻ. 1905 to 1987 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. സ്വാമി ആനന്ദ തീർത്ഥത്തിന്റെ യഥാർത്ഥ പേരാണ് ആനന്ദ ഷേണായി. അപ്പോൾ ആനന്ദ ഷേണായി എന്നതാണ് സ്വാമി ആനന്ദ തീർത്ഥത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്, ആനന്ദ ഷേണായി. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ എവിടെയാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ചോദ്യം. സ്വാമി ആനന്ദ തീർത്ഥൻ എവിടെയാണ് മക്കളെ ജാതിനാശിനി സഭ സ്ഥാപിച്ചത്? അനിൽ, ആരുടെ ആയിരുന്നു ജാതിനാശിനി എന്ന് പറയുന്ന സഭ? ആരുടെയാണ്? താഴെ പറഞ്ഞതിൽ ഏത് നവോത്ഥാന നായകന്റെ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? സ്വാമി ആനന്ദ തീർത്ഥന്റെയാണ്. ആർക്കും സന്യാസ ദീക്ഷ നൽകാതിരുന്ന ശ്രീനാരായണ ശിഷ്യനായ സാമൂഹിക പരിഷ്കർത്താവാണ് ആനന്ദ തീർത്ഥൻ. അപ്പോൾ ആർക്കും സന്യാസ ദീക്ഷ നൽകാതിരുന്ന ശ്രീനാരായണ ശിഷ്യനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആനന്ദ തീർത്ഥൻ. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് C രാജഗോപാലാചാര്യോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാൽ സ്വാമി ആനന്ദ തീർത്ഥനാണെന്ന് ഓർത്തു വെച്ചോ. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് C രാജഗോപാലാചാര്യോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സ്വാമി ആനന്ദ തീർത്ഥൻ. അതേപോലെ തന്നെ നാമകരണ വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ. സംഘടനകളുടെ പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് സമരം ചെയ്ത സ്വാമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്, അതും ആര് തന്നെയാണ്? ആനന്ദ തീർത്ഥനാണ്. എന്ത്? സംഘടനകളുടെ പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് സമരം ചെയ്ത സ്വാമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ആനന്ദ തീർത്ഥൻ. എൻ്റെ നമ്പർ 1 ശത്രു എന്ന് പറയുന്നത് അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 ശത്രു എന്ന് പറയുന്നത് അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? സ്വാമി ആനന്ദ തീർത്ഥനാണ്. അപ്പോൾ എൻ്റെ നമ്പർ 1 ശത്രു എന്ന് പറയുന്നത് ആരാണ്? അയിത്തം ആചരിക്കുന്നവനും എൻ്റെ നമ്പർ 2 ശത്രു എന്ന് പറയുന്നത് അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ സ്വാമി ആനന്ദ തീർത്ഥൻ.
അടുത്ത നമുക്ക് പഠിക്കാം അയ്യങ്കാളി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളിയെ കുറിച്ച് ഒരു ചോദ്യമെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിൽ വരാറുണ്ട്. ഓർത്തു വെച്ചോ. പുല്ലാട്ട് ലഹള ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്. പുല്ലാട്ട് ലഹള ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് പുല്ലാട്ട് ലഹള. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷമാണ് 1938. ശ്രീനാരായണ ഗുരുവിനെ മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞത് നമ്മുടെ അയ്യങ്കാളിയാണ്. ഏത് നവോത്ഥാന നായകനാണ്? ഭവനമാണ് പ്ലാവത്തറ വീട്. ഓക്കെ, അപ്പോൾ പ്ലാവത്തറ വീട് ആരുടെയാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയുടെ ഭവനമാണ് പ്ലാവത്തറ വീട്. തൻ്റെ സമുദായത്തിൽ നിന്ന് 10 പേരെങ്കിലും ബി എക്കാരായി കാണണമെന്ന് ഗാന്ധിജിയോട് പറഞ്ഞത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ചോദ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെച്ചോ. കേട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. തൻ്റെ സമുദായത്തിൽ നിന്ന് 10 പേരെങ്കിലും ബി എക്കാരായി കാണണമെന്ന് ഗാന്ധിജിയോട് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഓക്കെ, അപ്പോൾ തൻ്റെ സമുദായത്തിൽ നിന്ന് 10 പേരെങ്കിലും ബി എക്കാരായി കാണണമെന്ന് ഗാന്ധിജിയോട് പറഞ്ഞത് അയ്യങ്കാളി. അയ്യങ്കാളി ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം, ഇതൊക്കെ എപ്പോഴും ചോദിക്കണയാണ്, 1893 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതിയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് കൊല്ലത്ത് വെച്ച് നടന്ന സമരമാണ്. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനമാണ് ജാതിയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് കൊല്ലത്താണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഓർത്തു വെച്ചോ, പുല്ലാട്ട് ലഹള, അതേപോലെ തന്നെ എന്താണ്, സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ 38. പിന്നെ നമ്മൾ കേൾക്കാത്തൊരു പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, തൻ്റെ സമുദായത്തിൽ നിന്ന് 10 പേരെങ്കിലും ബി എക്കാരായി കാണണമെന്ന് ഗാന്ധിജിയോട് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ ജനിച്ച സ്ഥലമാണ് തലശ്ശേരി. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഈ വിശേഷണങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോട്ടോ. PSCക്ക് ഭയങ്കര ഇഷ്ടമാണ് വിശേഷണങ്ങളും വിശേഷിപ്പിക്കലും. അപ്പോൾ കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്ന് അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ രവീന്ദ്രനാഥ ടാഗോറാണ്. അതേപോലെ തന്നെ സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ 1898 ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചത് കോഴിക്കോടാണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ഓണററി പുരസ്കാരമായിരുന്നു റാവു സാഹിബ്. അപ്പോൾ റാവു സാഹിബ് എന്ന് പറയുന്ന ഓണററി പുരസ്കാരം നൽകിയത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ആർക്കാണ്? അയ്യത്താൻ ഗോപാലൻ. റാവു സാഹിബ് എന്നായിരുന്നു ഓണററി പുരസ്കാരം. ബ്രഹ്മസമാജത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ ദളിത് വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി എലമെന്ററി സ്കൂൾ സ്ഥാപിച്ച സ്ഥലമാണ് കോഴിക്കോട്. കാരാട്ട് ഗോവിന്ദമേനോൻ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് അയ്യത്താൻ ഗോപാലനാണ്. അപ്പോൾ കാരാട്ട് ഗോവിന്ദ മേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് ആരാ ചോദിച്ചാൽ അത് ചോദിക്കാവുന്ന ചോദ്യമാണ്, അയ്യത്താൻ ഗോപാലൻ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാത്ത പോയിന്റുമായിട്ടുള്ള ഒന്നാണിത്. കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്ന് അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അയ്യത്താൻ ഗോപാലൻ ജനിച്ച സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയാണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. ഇത്രയെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ കൃതിയാണ് സിദ്ധാനുഭൂതി. ആനന്ദമതം എന്നത് സ്ഥാപിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്.
മനസ്സിന്റെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതേപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സഹധർമ്മിണിയുടെ ആരാധികരിയുടെ യോഗിനി മാതാവുമായ വനിതയുടെ യഥാർത്ഥ പേരായിരുന്നു താവുക്കുട്ടിയമ്മ. അപ്പോൾ താഴെ പറയുന്നവയുടെ ആരുടെ സഹധർമ്മിണി ആയിരുന്നു താവുക്കുട്ടിയമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സഹധർമ്മിണിയും അതേപോലെ തന്നെ ആരാധികയുമായിരുന്ന യോഗിനി മാതാവും വനിതയുടെ യഥാർത്ഥ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് താവുക്കുട്ടിയമ്മ. ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സിദ്ധാശ്രമത്തിന്റെ സ്ഥാപകൻ. രാജയോഗ രഹസ്യം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. വിഗ്രഹാരാധന ഖണ്ഡനം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ ഇത്രയെങ്കിലും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് മക്കളെ എന്താണ്? കാരാട്ട് ഗോവിന്ദമേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ കൃതിയായിരുന്നു ഏത്? സിദ്ധാനുഭൂതി. ആനന്ദ മതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതേപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സഹധർമ്മിണിയും ആരാധകരിയുടെ യോഗിനി മാതാവുമായ വനിതയുടെ ശരിക്കുമുള്ള പേരായിരുന്നു താവുക്കുട്ടി അമ്മ എന്ന് പറയുന്നത്. ആലത്തൂർ സിദ്ധാശ്രമത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് ചട്ടമ്പി സ്വാമികൾ. കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1853 മുതൽ 1924 വരെയാണ് ചട്ടമ്പി സ്വാമികളുടെ കാലഘട്ടം. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്ന പേരിലാണ് ചട്ടമ്പി സ്വാമി അറിയപ്പെട്ടത്. ചട്ടമ്പി സ്വാമികളുടെ ചെറുപ്പത്തിലെ ഓമന പേരായിരുന്നു കുഞ്ഞൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, അപ്പൊ കുഞ്ഞൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് അയ്യപ്പനാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. ഓക്കെ, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് നടരാജഗുരു വിലയിരുത്തിയത് ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. അതായത് വേദാധികാരം നിരൂപണം എന്ന് പറയുന്ന രചനയാണ് എന്തെന്ന് പറഞ്ഞത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് നടരാജഗുരു വിലയിരുത്തിയത് ചട്ടമ്പി സ്വാമികളുടെ രചനയായിട്ടുള്ള വേദാധികാര നിരൂപണത്തെയാണ്. ജാതി വ്യവസ്ഥയുടെ അർദ്ധശൂന്യത വ്യക്തമാക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ കൃതിയായിരുന്നു വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തണം. ജാതി വ്യവസ്ഥയുടെ അർദ്ധശൂന്യത വ്യക്തമാക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ കൃതിയായിരുന്നു ഏതെന്ന് പറയുന്നത്? വേദാധികാര നിരൂപണം. ബ്രഹ്മത്വ നിർഫാസത്തിന്റെ കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ബ്രഹ്മത്വ നിർഫാസത്തിന്റെ കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അടുത്തത് ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഘടയോഗ സ്വായത്തമാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈക്കാട് അയ്യയിൽ നിന്നാണ് ഹഠയോഗം സ്വായത്തമാക്കിയത്. അപ്പോൾ ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം സ്വായത്തമാക്കിയത്? തൈക്കാട് അയ്യയിൽ നിന്നാണ്. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ. ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് ഈ ഒരു ചോദ്യമൊക്കെ നമുക്ക് ചോദിക്കാം. അതായത് പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചന ഏതാണെന്ന് ചോദിച്ചാൽ അത് നല്ലൊരു ചോദ്യമാണ്. അതാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചട്ടമ്പി സ്വാമികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ചട്ടമ്പി സ്വാമികളുടെ ചെറുപ്പത്തിലെ ഓമന പേരായിരുന്നു കുഞ്ഞൻ എന്ന് പറയുന്ന ഓമന പേരിലാണ് അദ്ദേഹം അറിഞ്ഞിരുന്നത്. ഇനി അദ്ദേഹം ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ആരെ ഉദ്ദേശിച്ചാണ് ചട്ടമ്പി സ്വാമികൾ ഇപ്രകാരം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് നടരാജഗുരു വിലയിരുത്തിയതും ചട്ടമ്പി സ്വാമികളുടെ രചനയെ കുറിച്ചാണ്. ഓക്കെ, അതേപോലെ തന്നെ ബ്രഹ്മത്വ നിർഫാസത്തിന്റെ കർത്താവ് അതാണ് ചട്ടമ്പി സ്വാമികൾ. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്കു വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് പ്രാചീന മലയാളം. ഓക്കെ, അടുത്തതാണ് അയ്യ വൈകുണ്ഠർ. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
അയ്യാ വൈകുണ്ഠരാണ് കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി. സമത്വ സമാജം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. എത്ര തവണയാണ് PSC ചോദിച്ചതെന്നുള്ളത് അറിയത്തില്ല. അത്ര തവണ ചോദിച്ചതാണ്. 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. അയ്യാ വൈകുണ്ഠർ ജനിച്ച സ്ഥലമാണ് സ്വാമിത്തോപ്പ്. സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അയ്യാ വൈകുണ്ഠരുടെ ബാല്യകാല നാമമാണ് മുത്തുക്കുട്ടി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അയ്യാവഴി എന്ന ആത്മീയപാതയുടെ ഉപജ്ഞാതാവാണ് വൈകുണ്ഠസ്വാമികൾ. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യാ വൈകുണ്ഠരുമായി ബന്ധപ്പെട്ടാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവം. പണ്ടാരം പിള്ളയാർ, കൊളച്ചൽ സുബ്ബയ്യ, താമരക്കുളം ഹരി ഗോപാലൻ എന്നിവർ ആരുടെ ശിഷ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായിരുന്നു. പഞ്ചപാണ്ഡവരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിക്കുന്ന 5 ശിഷ്യന്മാരുണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ഠസ്വാമിക്കാണ്. അയ്യാവഴിയുടെ മത തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സ്വാമിത്തോപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യങ്ങൾ. അപ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ പഞ്ചപാണ്ഡവരുടെ പുനരവതാരം എന്ന് അനുയായികൾ വിശ്വസിച്ച 5 ശിഷ്യന്മാരുണ്ടായിരുന്ന നവോത്ഥാന നായകൻ അത് വൈകുണ്ഠസ്വാമിയാണ്. അയ്യാവഴിയുടെ മതതലസ്ഥാനം സ്വാമിത്തോപ്പ്. അതേപോലെ തന്നെ എന്താണ് അയ്യാ വൈകുണ്ഠരുടെ ബാല്യകാല നാമം മുത്തുക്കുട്ടി, അതൊക്കെ നമുക്കറിയാം. അയ്യാ വൈകുണ്ഠർ ജനിച്ചത് സ്വാമിത്തോപ്പാണെന്നുള്ളതും നമുക്കറിയാം. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ഇമ്പോർട്ടന്റ് ആണ്. സമത്വ സമാജം 1836 ഇമ്പോർട്ടന്റ്. അതേപോലെ തന്നെ കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി നല്ലൊരു ചോദ്യമാണ്. ബേസ് ചോദ്യമാണ്. തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി റാങ്കിലേക്കൊക്കെ പിന്നെ എന്ത് ചെയ്യും, പിന്തള്ളപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യമാണ് കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി. അത് അയ്യാ വൈകുണ്ഠരാണ്. അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്നത് AK ഗോപാലനെ കുറിച്ചാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന നേതാവാണ് കൊച്ചി സർക്കാർ തടഞ്ഞത് AK ഗോപാലൻ. ഓക്കെ, അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന ഏത് നേതാവിനെയാണ് കൊച്ചി സർക്കാർ തടഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ്? AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നേതാവ് AK ഗോപാലൻ. നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഫോട്ടോ ആരുടെ ആയിരിക്കും? ഈ പറയുന്ന AK ഗോപാലന്റെ ആണ്. അതേപോലെ തന്നെ ഏത് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കുടിയിറക്കുന്നതിനെതിരായാണ് 1961 AK ഗോപാലൻ അമരാവതി സത്യാഗ്രഹം സംഘടിപ്പിച്ചെന്ന് ചോദിച്ചാൽ ഇടുക്കി പദ്ധതിയാണ്. ഓക്കെ, കൊച്ചി സർക്കാർ പാലിയത്തേക്ക് പ്രവേശനം തടഞ്ഞതിനാൽ തിരുവിതാംകൂർ വക സ്ഥലത്തിരുന്ന് പാലിയം സമരം നയിച്ച നേതാവായിരുന്നു AK ഗോപാലൻ. എൻ്റെ ജീവിതകഥ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AK ഗോപാലന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനായിരുന്നു. അപ്പോൾ 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ. പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് AK ഗോപാലൻ. AK ഗോപാലൻ മുടവൻ മുഗൾ മികച്ച ഭൂമി സമരത്തിൽ പങ്കെടുത്ത വർഷം 1961. അപ്പോൾ AK ഗോപാലൻ മുടവൻ മുഗൾ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1961. കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ക്ഷേത്ര സത്യാഗ്രഹ യാത്ര നയിച്ചത് AK ഗോപാലൻ. പട്ടിണി ജാഥ നയിച്ച മദ്രാസിലെത്തിയ AK ഗോപാലിനൊപ്പം 1 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടത് ചാന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ, അപ്പോൾ പട്ടിണി ജാഥ നയിച്ച് മദ്രാസിലെത്തിയ AK ഗോപാലനൊപ്പം 1 വർഷം തടവ് അനുഭവിച്ചത് ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്തു വയ്ക്കുക. AK ഗോപാലൻ ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ പഠിച്ചേക്കുന്നതാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഏത് നേതാവിനെയാണ് കൊച്ചി സർക്കാർ തടഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AK ഗോപാലനാണ്. അതേപോലെ തന്നെ എൻ്റെ ജീവിതകഥ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന AK ഗോപാലനാണ്. ഓക്കെ, അടുത്തത് K കേളപ്പൻ. 1968 മലപ്പുറം ജില്ല രൂപവൽക്കരിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നയിച്ചത് K കേളപ്പനാണ്. ഓക്കെ, അപ്പോൾ 1968 മലപ്പുറം ജില്ല രൂപവൽക്കരിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നയിച്ചത് K കേളപ്പൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ ഇന്നത്തെ ചോദ്യം മലപ്പുറം ജില്ല രൂപീകൃതമായ വർഷം എന്നാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മലപ്പുറം ജില്ല എന്നാണ് രൂപീകൃതമായത് എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ,
തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പനാണ്. സമദർശി, മാതൃഭൂമി എന്നീ പത്രാധിപരായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കെ കേളപ്പൻ. സമദർശി, മാതൃഭൂമി എന്നിവയുടെ പത്രാധിപരായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. 1927 രൂപം കൊണ്ട അന്ത്യജോദ്ധാരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. 1924 എറണാകുളത്ത് ചേർന്ന കോൺഗ്രസ് കമ്മിറ്റി ഐത്തോച്ചാടന പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അതിനായി സംഘടിപ്പിച്ച കമ്മിറ്റിയുടെ കൺവീനറായി തെരഞ്ഞെടുത്തത് കെ കേളപ്പനെയാണ്. അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ചത് കെ കേളപ്പൻ. കെ കേളപ്പൻ ഏത് പത്രത്തിന്റെ മുഖ്യ പത്രാധിപരായിരുന്നു? ഇമ്പോർട്ടന്റ് ആണ്. ആരുടെയാണ്? മാതൃഭൂമിയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ആരെന്ന് പറയുന്നത് കെ കേളപ്പൻ. അങ്ങാടിപ്പുറം സത്യാഗ്രഹം നയിച്ചത് കെ കേളപ്പനാണ്. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത് കെ കേളപ്പനാണ്. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനെയാണ്. ഓക്കെ, അപ്പോൾ കെ കേളപ്പൻ അദ്ദേഹത്തിന്റെ കാലഘട്ടം 1890 to 1971 മലപ്പുറം ജില്ല രൂപവൽക്കരിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നയിച്ചു. അതേപോലെ തിരുനാവായ സത്യാഗ്രഹം നയിച്ചു. അതേപോലെ തന്നെ സമദർശി, മാതൃഭൂമി എന്നിവയുടെ പത്രാധിപരായിരുന്നു ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവായ കെ കേളപ്പൻ. 1927 രൂപം കൊണ്ട അന്ത്യജോദ്ധാരണ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു. ഓക്കെ, അപ്പൊ അത്രയെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷനും ആരായിരുന്നു? കെ കേളപ്പനാണ്. അടുത്തത് പി കൃഷ്ണപിള്ള. ഓക്കെ, പി കൃഷ്ണപിള്ള എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സഹാക്കളെ മുന്നോട്ടെന്ന സന്ദേശം നൽകിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി കൃഷ്ണപിള്ള. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് പി കൃഷ്ണപിള്ള. ഓക്കെ, അപ്പോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു പി കൃഷ്ണപിള്ള. പാമ്പുകടിയേറ്റു മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ്. വെരി വെരി ഇമ്പോർട്ടന്റ്. PSC ഈ ചോദ്യം ചോദിച്ചതാണ്. അന്ന് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. പാമ്പുകടിയേറ്റു മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി കൃഷ്ണപിള്ള. സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. ഇത് ഒത്തിരി തവണ PSC ചോദിച്ചാണ് കേട്ടോ. ഇപ്പോ എല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു പോയിന്റ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. കേരളത്തിന്റെ ബോൾഷെവിക് നായകൻ എന്ന് KPR ഗോപാലൻ വിശേഷിപ്പിച്ചത് പി കൃഷ്ണപിള്ളയാണ്. ഓക്കെ, അപ്പോ കേരളത്തിന്റെ ബോൾഷെവിക് നായകൻ എന്ന് KPR ഗോപാലനെ വിശേഷിപ്പിച്ചത് പി കൃഷ്ണപിള്ളയാണ്. അപ്പോൾ KPR ഗോപാലനെ പി കൃഷ്ണപിള്ള വിശേഷിപ്പിച്ചു എങ്ങനെ? കേരളത്തിന്റെ ബോൾഷെവിക് നായകൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയെങ്കിലും എന്ത് ചെയ്യുക, ഇതിന്റെ അകത്തൊന്ന് സെറ്റാക്കി പഠിച്ചു വെച്ചോ. അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് കുമാരനാശാനെ കുറിച്ചാണ്. 1922 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ കുമാരനാശാന് പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരനാണ്. കുമാരനാശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കൃതി ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഈ ഒരു ചോദ്യം ഓർത്തു വെച്ചോ, പ്രരോദനം. അപ്പോ അതിന്റെ ചോദ്യം ഇതാണ്, കുമാരനാശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കൃതി, അതാണ് പ്രരോദനം. താൻ ഒരു സമുദായ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിലല്ല മലയാളത്തിൽ അറിയപ്പെടാൻ പോകുന്നത് എന്ന് കുമാരനാശാൻ വിളംബരം ചെയ്യുന്ന കൃതിയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇനിയുള്ള എക്സാമുകളിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കത്തുള്ളൂ. താൻ ഒരു സമുദായ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിലല്ല മലയാളത്തിൽ അറിയപ്പെടാൻ പോകുന്നത്. എങ്ങനെയാണ് കുമാരനാശാൻ വിളംബരം ചെയ്യുന്നത്? ഇത് എങ്ങനെയാണ് വിളംബരം? ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത്. കുമാരനാശാന്റെ വീണപൂവ് ഏതു പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? മിതവാദി. ആരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് കുമാരനാശാൻ മൈസൂരിൽ സംസ്കൃത പഠനം നടത്തിയത്? ഡോക്ടർ പൽപുവിന്റെയാണ്. ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം രചിച്ചത്? ഒത്തിരി തവണ ചോദിച്ചതാണ് ഈ ചോദ്യം. ഇന്ന് എല്ലാവർക്കും അറിയാം, AR രാജരാജവർമ്മ. അപ്പോൾ ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം രചിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AR രാജരാജവർമ്മയുടെ നിര്യാണത്തിലാണ്. ഓക്കെ, അടുത്തത് C കേശവൻ. 1891 to 69
ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് CP രാമസ്വാമി അയ്യരെ കുറിച്ച് പരാമർശിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C കേശവനാണ്. എന്താണ് പറഞ്ഞത്? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോട്ടോ. ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല, ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് CP രാമസ്വാമി അയ്യരെ കുറിച്ച് പരാമർശിച്ചത് C കേശവനാണ്. എവിടെ നടത്തിയ പ്രസംഗത്തിലാണ് ഭഗവാൻ കാറൽ മാർക്സ് എന്ന പ്രയോഗം നടത്തിയത്? വക്കത്ത് വച്ച് നടത്തിയ പ്രസംഗത്തിൽ 1947 സെപ്റ്റംബർ 14 എന്ത് പറഞ്ഞത്? ഭഗവാൻ കാറൽ മാർക്സ്. കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് ജയിലിലടക്കപ്പെട്ട C കേശവൻ മോചിതനായ വർഷം 1937. കോഴഞ്ചേരി പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. അത് ആരുമായിട്ടാ? C കേശവനാ. ആരുടെ ആത്മകഥയാണ്? ജീവിത സമരം. ജീവിത സമരം C കേശവൻ. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് C കേശവനാണ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ മലയാളി. തിരുക്കൊച്ചിയിലാണ് C കേശവൻ. 1951 തിരുക്കൊച്ചി മന്ത്രിസഭയായത് C കേശവൻ. സിംഹള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവ്. ഒത്തിരി തവണ PSC ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം. സിംഹള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C കേശവൻ. ആർക്ക് സ്വീകരണം നൽകാൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഗംഭീര യോഗത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് TM വർഗീസ് ശ്രീമൂലം അസംബ്ലിയിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായതെന്ന് ചോദിച്ചാൽ C കേശവനാണ്. ഓക്കെ, അപ്പോൾ ആർക്ക് സ്വീകരണം നൽകാൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഗംഭീര യോഗത്തിൽ എന്ത് ചെയ്തു? പങ്കെടുത്തു നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് TM വർഗീസ് ശ്രീമൂലം അസംബ്ലിയിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായതെന്ന് ചോദിച്ചാൽ C കേശവനാണ്. അപ്പോൾ ഇത്രയാണ് C കേശവനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ജീവിത സമരം ഒന്ന് ഓർത്തു വെച്ചോ. കോഴഞ്ചേരി പ്രസംഗം 37 ഓർത്തു വെച്ചോ. ആ ജന്തുവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് ചോദിച്ചാൽ CP രാമസ്വാമി അയ്യരെ കുറിച്ചാണ് C കേശവൻ പറഞ്ഞത്. പാലിയം സത്യാഗ്രഹം 47 ഓർത്തു വെച്ചോ. ആർക്ക് സ്വീകരണം? അത് ആർക്കാണ്? C കേശവനാണ്. TM വർഗീസിന്റെ ശ്രീമൂലം അസംബ്ലിയിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ഓക്കെ, അടുത്തത് KP കേശവമേനോൻ. 1946 ഐക്യ കേരളത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചനാ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു KP കേശവമേനോൻ. മാതൃഭൂമി പത്രത്തിന്റെ പേരിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ KP കേശവമേനോനാണ് മാതൃഭൂമി പത്രത്തിന്റെ പേരിന്റെ ഉപജ്ഞാതാവ്. സിംഗപ്പൂരിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ ആക്ഷൻ കൗൺസിലിന്റെ പ്രചരണ വിഭാഗം തലവനായി പ്രവർത്തിച്ച മലയാളിയാണ് KP കേശവമേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധികനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് KP കേശവമേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. 1956 നവംബർ 1 കേരളം രൂപം കൊണ്ട ദിവസം KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നത് എറണാകുളത്താണ്. മാതൃഭൂമി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ KP കേശവമേനോൻ. തുഞ്ചൻ മെമ്മോറിയലിന്റെ ആദ്യ ചെയർമാൻ KP കേശവമേനോൻ. ആരുടെ ആത്മകഥയാണ്? വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് മലയാളത്തിലും ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും ചോദിക്കാം. കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. സ്വാതന്ത്ര്യാനന്തര സമര സേനാനികളെ കുറിച്ച് KP കേശവമേനോൻ രചിച്ച പുസ്തകമാണ് നവഭാരത ശില്പികൾ. ഓക്കെ, അപ്പോൾ നവഭാരത ശില്പികൾ ആരുടെ രചനയാണ്? KP കേശവമേനോന്റെയാണ്. ജീവിതത്തിന്റെ അവസാനത്തെ 2 ദശകങ്ങളിൽ അന്ധത ബാധിച്ചിട്ടും സാഹിത്യ ജീവിതം തുടർന്ന കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രമുഖ നേതാവ്. നല്ലൊരു ചോദ്യമാണ്. ജീവിതത്തിന്റെ അവസാനത്തെ 2 ദശകങ്ങളിൽ അന്ധത ബാധിച്ചിട്ട് പോലും സാഹിത്യ ജീവിതം തുടർന്ന കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവാണ് KP കേശവമേനോൻ. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ. കഴിഞ്ഞ കാലം, അതേപോലെ തന്നെ എന്താണ്? മാതൃഭൂമി പത്രത്തിന്റെ പേരിന്റെ ഉപജ്ഞാതാവ്, അതേപോലെ തന്നെ സിംഗപ്പൂരിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ ആക്ഷൻ കൗൺസിലിന്റെ പ്രചരണാർത്ഥം തലവനായി പ്രവർത്തിച്ച മലയാളി. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നവഭാരത ശില്പികളാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് KP കേശവമേനോൻ രചിച്ച പുസ്തകം. ഓക്കെ, അടുത്തത് CV കുഞ്ഞിരാമൻ. ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പുസ്തകം രചിച്ചത് CV കുഞ്ഞിരാമനാണ്. ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? CV കുഞ്ഞിരാമൻ. അദ്ദേഹത്തിന്റെ ആത്മകഥ, ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ടോ? CV കുഞ്ഞിരാമന്റെ ആത്മകഥയാണ് ഞാൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. TN സിംഹളൻ, ഭാഷാഭിമാനി, PK എന്നീ വ്യാജനാമങ്ങളിൽ കേരള കൗമുദിയിൽ എഴുതിയത് CV കുഞ്ഞിരാമനാണ്. അപ്പോൾ TN എന്ന പേരിൽ ഒരു എന്തുണ്ട്? തൂലികാ നാമമുണ്ട്. സിംഹളൻ, ഭാഷാഭിമാനി, PK എന്നീ വ്യാജനാമങ്ങളിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന കേരള കൗമുദിയിൽ എഴുതി.
1904 CV കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ സമുദായ പരിഷ്കരണ സഭ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പരവൂരാണ്. PK എന്ന വ്യാജനാമത്തിൽ കേരള കൗമുദിയിൽ എഴുതിയത് CV കുഞ്ഞിരാമൻ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അതും CV കുഞ്ഞിരാമനാണ്. എന്ന് പറഞ്ഞത് അഭിപ്രായം ഇരുമ്പുലക്കയല്ല. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവൽക്കരിക്കുന്നതിന് ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതും CV കുഞ്ഞിരാമനാണ്. അപ്പോൾ ഇത്രയാണ് CV കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. മാതൃഭൂമി പത്രം ആരംഭിച്ച സമയത്തെ പ്രിന്റർ ആൻഡ് പബ്ലിക്കേഷർ ആയിരുന്നു കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭണ കാലത്ത് സ്വന്തം അധീനതയിലുള്ള പാവക്കുളം ഭഗവതി ക്ഷേത്രം അധികൃതർക്ക് തുറന്നു കൊടുക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കുരൂർ. അതേപോലെ തന്നെ ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃതർ രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് കുരൂർ. കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സഹോദരനായിരുന്ന ദാമോദരൻ നമ്പൂതിരിപ്പാട് ഏത് സംഘടനയുടെ സ്ഥാപകരിൽ ഒരാളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗക്ഷേമസഭ. ഓക്കെ, അപ്പോൾ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും PSC ചോദിക്കാറില്ല. എങ്ങാനും ചോദിച്ചാലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി പത്രം ആരംഭിച്ച സമയത്തെ പ്രിന്റർ ആൻഡ് പബ്ലിക്കേഷർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പ്രക്ഷോഭകാലത്ത് സ്വന്തം അധീനതയിലുള്ള പാവക്കുളം ഭഗവതി ക്ഷേത്രം അധികൃതർക്കായി തുറന്നുകൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ്. അതൊന്ന് ഓർത്തു വച്ചോ. അടുത്തത് കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താൻ ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടയാറന്മുളയിലാണ്. ഇടയാറന്മുള. പുലയഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് കുറുമ്പൻ ദൈവത്താൻ. പുലയഗീതങ്ങളുടെ പ്രചാരകൻ. നടുവത്തമ്മൻ എന്ന ചെറുപ്പത്തിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താനാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത്. ഏത് നവോത്ഥാന നായകന്റെ വീട്ടുപേരായിരുന്നു കിടാരത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടാരത്തിൽ ആരുടെയാണ്? കുറുമ്പൻ ദൈവത്താന്റെ വീട്ടുപേരായിരുന്നു കിടാരത്തിൽ. കേരളത്തിൽ ആദ്യമായി ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കുറുമ്പൻ ദൈവത്താൻ. കേരളത്തിൽ ആദ്യമായി ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തി അതാണ് ആരെന്ന് പറയുന്നത്? കുറുമ്പൻ ദൈവത്താൻ. അത് നമുക്ക് പഠിക്കാം. മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം പെരുന്നയാണ്. ഭാരതകേസരി എന്ന് വിളിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭനെ. കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. ഓക്കെ, അപ്പോ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ച മക്കളെ ഏതാണ്? എൻ്റെ ജീവിത സ്മരണകൾ. അതേപോലെ തന്നെ പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 1924 വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയതും മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ സമാധി സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചങ്ങനാശ്ശേരിയാണ്. ഏതു വർഷമാണ് മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ചത് എന്ന് ചോദിച്ചാൽ 1959 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയെങ്കിലും എന്ത് ചെയ്യുക? മന്നത്ത് പത്മനാഭന്റെ ഓർത്തു വയ്ക്കുക. അടുത്തത് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപനായി അറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ജീവചരിത്രങ്ങളിൽ ഒന്ന് രചിച്ച ഉത്തര കേരളത്തിലെ നവോത്ഥാന നേതാവാണ് മൂർക്കോത്ത് കുമാരൻ. ആര് പത്രാധിപരായിരിക്കെയാണ് വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ മൂർക്കോത്ത് കുമാരൻ പത്രാധിപരായിരിക്കുന്ന സമയത്താണ് വീണപൂവ് മിതവാദിയിൽ എന്ത് ചെയ്തത്? പ്രസിദ്ധീകരിച്ചത്. തലശ്ശേരിയിൽ നിന്ന് 1907 മൂർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണമാണ് മിതവാദി. വജ്രസൂചി എന്ന തൂലികാ നാമത്തിൽ, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. വജ്രസൂചി എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയ നവോത്ഥാന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വജ്രസൂചി എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയ നവോത്ഥാന നേതാവാണ് ആരെന്ന് പറയുന്നത്? മൂർക്കോത്ത് കുമാരൻ. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുള്ളത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. എന്ത്? സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ചവറ കുര്യാക്കോസ് ഏലിയാസ് ചവറ.
അമലോത്ഭവ ദാസ സംഘം. ഓക്കെ, അമലോത്ഭവ ദാസ സംഘം രൂപവൽക്കരിക്കപ്പെട്ടത് ചവറയച്ചനാണ് രൂപവൽക്കരിച്ചത്. അമലോത്ഭവ ദാസ സംഘം രൂപവൽക്കരിച്ചത് ചവറയച്ചൻ. ഓരോ പള്ളിക്കും ഒപ്പം ഓരോ പള്ളിക്കൂടം എന്ന നിർദ്ദേശം കൊണ്ടുവന്നു നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. അതേപോലെ തന്നെ അനസ്താസിയുടെ രക്തസാക്ഷ്യം രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചവറ. ചവറയച്ചനൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏവു പ്രാസ്യാമ. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി അർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി അർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചവറ ജീവിതത്തിന്റെ അവസാന ദിനങ്ങൾ ചെലവഴിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൂനന്മാവാണ്. അച്ചടിയുമായി ബന്ധപ്പെട്ട വാഴത്തട വിപ്ലവത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അത് കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചവറ. പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ. ഓക്കെ, പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അതും കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. അടുത്ത നമുക്ക് പഠിക്കാം TK മാധവൻ. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായി പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വച്ച് ഗാന്ധിജിയെ കണ്ട കേരളത്തിലെ നേതാവ് TK മാധവൻ. കൊല്ലത്ത് നിന്ന് TK മാധവൻ ദേശാഭിമാനി വാരിക ആരംഭിച്ചത് 1915. 1916 ക്ഷേത്രപ്രവേശനം എന്ന പേരിൽ ഒരു കൃതി എഴുതിയത് TK മാധവൻ. പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയത് TK മാധവൻ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ കാക്കിനട. ഓക്കെ, ഇനി കേരള നവോത്ഥാനത്തിന്റെ മേഘ ജ്യോതിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ TK മാധവനെയാണ് കേരള നവോത്ഥാനത്തിന്റെ മേഘ ജ്യോതിസ്. അതൊക്കെ വെറൈറ്റി സാധനമാണ് കേട്ടോ, ഓർത്തു വെച്ചോ അല്ലെങ്കിൽ എഴുതി വെച്ചോ. തിരുവിതാംകൂറിലെ പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് ആരെന്ന് പറയുന്നത് EJ ജോണും TK മാധവനും. അപ്പോൾ ഇത്രയാണ് TK മാധവനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തത് മക്തിത്തങ്ങൾ. മക്തിത്തങ്ങൾ ജനിച്ച സ്ഥലമാണ് വെളിയങ്കോട്. ബ്രിട്ടീഷ് സർക്കാരിനു കീഴിൽ എക്സൈസ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. നല്ലൊരു ചോദ്യമാണ്. ബ്രിട്ടീഷ് സർക്കാരിനു കീഴിൽ എക്സൈസ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മക്തിത്തങ്ങളാണ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് ആരാണ്? മക്തിത്തങ്ങളാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത്. മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന പുസ്തകം രചിച്ചതും മക്തിത്തങ്ങൾ. അതേപോലെ തന്നെ കഠോര കുഠാരം രചിച്ചത് മക്തിത്തങ്ങളാണ്. കഠോര കുഠാരം രചിച്ചത്. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം പേട്ടയാണ്, തിരുവനന്തപുരം. തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ. ഡോക്ടർ പൽപ്പു SNDP യോഗത്തിന്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു. ഏതു നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചതെന്ന് ചോദിച്ചാൽ മൈസൂരാണ്. ഏത് നവോത്ഥാന നായകന്റെ മകനാണ്? നടരാജഗുരു. ഓക്കെ, അപ്പോ നടരാജഗുരുവിന്റെ മകനായിരുന്നു ഡോക്ടർ പൽപ്പു. ഏത് പത്രത്തിലാണ് ഡോക്ടർ പൽപ്പു ജാതീയമായ വിവേചനങ്ങളെ കുറിച്ച് തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനം എഴുതിയത്? മദ്രാസ് മെയിൽ. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി ബന്ധിപ്പിച്ച കണ്ണിയായിരുന്നു ഡോക്ടർ പൽപ്പു. ഇന്ത്യയിലെ മഹാന്മാരെ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സരോജിനി നായിഡു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പറയാനുള്ളൂ. അടുത്തത് നമുക്ക് നോക്കാം. പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമൻ മഹാസഭ സ്ഥാപിച്ച വ്യക്തിയാണ് പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമാൻ മഹാസഭയുടെ ആദ്യ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ ചേരമാൻ മഹാസഭ. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പരിഷ്കർത്താവാണ് പാമ്പാടി ജോൺ ജോസഫ്. ദളിതർക്ക് മറ്റുള്ളവർക്ക് ഒപ്പം പൗരാവകാശങ്ങൾ അനുഭവിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് പാമ്പാടി ജോൺ ജോസഫ് നിവേദനം സമർപ്പിച്ച വർഷമായിരുന്നു 1935. ഐക്യര നാടുവാഴിക്ക് സ്വീകരണം സംഘടിപ്പിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. അടുത്തതാണ് പൊയ്കയിൽ യോഹന്നാൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS എന്ന സംഘടന സ്ഥാപിച്ചു. അത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1909 PRDS
അതിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു. എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂരാണ്. തിരുവല്ലയ്ക്ക് പുറമെ തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്ഥലമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപകേന്ദ്രമായിരുന്നെന്ന് ചോദിച്ചാൽ ഉദിയൻ കുളങ്ങര. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കേൽ യോഹന്നാനാണ്. മുണ്ടക്കയം ലഹള. വാകത്താനം ലഹളയും പൊയ്കേൽ യോഹന്നാൻ. പൊയ്കേൽ യോഹന്നാന്റെ യഥാർത്ഥ പേര് കുമാരൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നത് പൊയ്കേൽ യോഹന്നാനാണ്. കേരള നെപ്പോളിയൻ. തിരുവിതാംകൂറിലെ ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് പൊയ്കേൽ യോഹന്നാൻ. നെയ്യാറ്റിൻകരയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കേൽ യോഹന്നാൻ. പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അതാണ് പൊയ്കേൽ യോഹന്നാൻ. ഓക്കെ, അടുത്തത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ച സ്ഥലമാണ് ചേരാനല്ലൂർ. കല്യാണദായിനി സഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ വാല സമുദായ പരിഷ്കരണി സഭയ്ക്ക് രൂപം നൽകിയത് 1910. കൊച്ചിയിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനെയാണ്. കേരള ലിങ്കൻ, അതാണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണേ, കേരള ലിങ്കൻ എന്നറിയപ്പെട്ടത്. പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചാരണം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയായിരുന്നു ആചാരഭൂഷണം. ഉദ്യാനവിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഉദ്യാനവിരുന്ന്. അപ്പോൾ ഇത്രയാണ് പണ്ഡിറ്റ് കറുപ്പന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. കല്യാണദായിനി സഭ എന്ത് ചെയ്തോ ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അത് 1910 രൂപം നൽകിയത് എന്നുള്ളതും ഓർക്കുക. ഉദ്യാനവിരുന്ന് രചിച്ചത് അതും പണ്ഡിറ്റ് കറുപ്പനാണ്. അടുത്തത് PN പണിക്കർ. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നമ്മൾ എന്തായിട്ട് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. PN പണിക്കരുടെ പൂർണ്ണനാമം പുതുവായിൽ നാരായണ പണിക്കർ. 1945 PN പണിക്കർ സ്ഥാപിച്ച ഗ്രന്ഥശാല സംഘത്തിന്റെ മുദ്രാവാക്യമാണ് വായിക്കുക വളരുക. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് PN പണിക്കർ. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ പേര് കേരള ഗ്രന്ഥശാല സംഘം എന്ന് മാറ്റിയത് 1956. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവും ഉയർത്തി 1970 പാറശാല മുതൽ കാസർഗോഡ് വരെ കാൽനട ജാഥ നയിച്ചത് PN പണിക്കരായിരുന്നു. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. വേലുക്കുട്ടി അരയൻ. അരയ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ വേലുക്കുട്ടി അരയൻ. ചിരിമാസിക, സമാധാന മാസിക, ധർമ്മപോഷിണി മാസിക എന്നിവ ആരംഭിച്ചത് വേലുക്കുട്ടി അരയൻ. തിരുവിതാംകൂറിലെ മത്സ്യ വ്യവസായം എന്ന ലേഖന സമാഹാരം രചിച്ചു. 1952 ഒരു ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചതും വേലുക്കുട്ടി അരയനായിരുന്നു. 1917 വേലുക്കുട്ടി അരയൻ പുറത്തിറക്കിയ മാസികയാണ് അരയൻ. ദീനയായ ദമയന്തി എന്ന പുസ്തകം രചിച്ചതും ആര് തന്നെയാണ്? വേലുക്കുട്ടി അരയൻ തന്നെയായിരുന്നു. ദീനയായ ദമയന്തി. അടുത്തത് VT ഭട്ടതിരിപ്പാട്. കരിങ്കല്ലിനെ കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായുമെന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. മംഗളോദയത്തിന്റെ പ്രൂഫ് റീഡറായിരുന്ന നവോത്ഥാന നേതാവ്. VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങന്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എടക്കുന്നിയാണ്, തൃശ്ശൂർ ജില്ലയിലെ. VT ഭട്ടതിരിപ്പാടിന്റെ പൂർണ്ണ നാമമാണ് വെള്ളുത്തിരുത്തി താഴത്തുമനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാട്. മിശ്ര വിഭാഗത്തിന്റെ പ്രചരണാർത്ഥം VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജാഥയായിരുന്നു സാമൂഹിക പരിഷ്കരണ ജാഥ. എത്ര ദിവസം കൊണ്ടാണ് VT ഭട്ടതിരിപ്പാട് യാചനായാത്ര പൂർത്തിയാക്കിയത്? 38 ദിവസമാണ് നീണ്ടുനിന്നത്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് VT ആണ്. മാന്മാർക്ക് കൂട അക്ഷരാഭ്യാസം നേടിയ ശേഷം ഒരാൾ ആദ്യമായി വായിച്ച വാക്കുകളാണ് എന്തെന്ന് പറയുന്നത്? മാന്മാർക്ക് കുട എന്നുള്ളത്. ഓക്കെ, ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ് ഇത്. 17-ാം വയസ്സിനു ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകൻ. വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിന് എന്താണ് കൊടുമുണ്ട കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകൻ. ആരുടെ വസതിയുടെ പേരായിരുന്നു രസിക സദനം എന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടുടെ വസതിയുടെ പേരായിരുന്നു രസിക സദനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബാരിസ്റ്റർ GP പിള്ള. ഏത് പത്രത്തിന്റെ പത്രാധിപരായിട്ടാണ് GP പിള്ള 1892 നിയമിക്കപ്പെട്ടത്? മദ്രാസ് സ്റ്റാൻഡേർഡ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളിയാണ് GP പിള്ള. GP പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം രചിച്ചത് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. തിരുവിതാംകൂർ ഭരണത്തിന്റെ അനാശാസ്യ പ്രവണതകളെ
ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ മദ്രാസ് ടൈംസ് പത്രത്തിൽ വരച്ചുകാട്ടിയത് GP പിള്ളയായിരുന്നു. ഏതു വർഷമാണ് GP പിള്ള ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്? 1889 മലയാളി മെമ്മോറിയലിന്റെ ഉപജ്ഞാതാവ് GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വഹിച്ച ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശി, അതാണ് GP പിള്ള. അടുത്തത് സഹോദരൻ അയ്യപ്പൻ. വിദ്യാപോഷിണി എന്ന സംഘടനയെ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാപോഷിണി അനാഥ കുട്ടികളെ ആശ്രയം നൽകി വളർത്താൻ ആലുവയ്ക്കടുത്ത് ആനന്ദഭവനം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്, അതും ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ പത്രത്തിന്റെ പ്രസിദ്ധീകരണം അവസാനിച്ച വർഷം 1956 ഓക്കെ. കൊച്ചി നിയമസഭയിൽ മരുമക്കത്തായം തീയ ബിൽ അവതരിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെന്നെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ കെ അയ്യപ്പൻ എന്ന ജീവചരിത്രം രചിച്ചത് MK സാനുവാണ്. കൊച്ചി രാജാവ് നൽകിയ വീരശൃംഖല 1962 ചൈനീസ് ആക്രമണം ഉണ്ടായ സമയത്ത് യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ്. ജാതി രാക്ഷസ ദഹനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ സഹോദര സംഘം. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന്. ഓക്കെ. അടുത്തത് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവങ്കോട്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമി. ശ്രീനാരായണ ഗുരു ഏറ്റവും അവസാനം പങ്കെടുത്ത പൊതുചടങ്ങായ SNDP യോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗം 1928 ജനുവരി 18 എവിടെ വെച്ചാണ് ചേർന്നതെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്ത് വച്ചാണ്. എല്ലാറ്റിനെയും യുക്തി കൊണ്ടളക്കണം, യുക്തമല്ലാത്തതൊന്നും സ്വീകരിക്കരുത്. ശരീരം തന്നെയാണ് ക്ഷേത്രം, ദൈവം നമ്മിൽ തന്നെയാണ്, അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല. ആരുടെ വാക്കാ? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു SNDP യോഗവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നതായി കാണിച്ച് കത്തെഴുതിയത് ആർക്കാണ്? ഡോക്ടർ പൽപ്പുവിന്. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കാരമുക്ക്. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആത്മീയോന്നതി ലഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മരുത്വാമലയിൽ നിന്നാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളാണ്. ശിവലിംഗദാസ സ്വാമികളുടെ യഥാർത്ഥ പേരാണ് കുഞ്ചു അയ്യപ്പൻ പിള്ള. SNDP യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിനെയാണ്. അടുത്തത് വാടപ്പുറം PK ബാവ. കേരളത്തിൽ തൊഴിലാളികൾക്ക് ആദ്യമായി സഹകരണ സംഘം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാടപ്പുറം PK ബാവ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാടപ്പുറം PK ബാവ. തിരുവിതാംകൂറിൽ ആദ്യമായി തൊഴിലാളികളുടെ ഖോരാവോ സംഘടിപ്പിച്ചത് വാടപ്പുറം PK ബാവ. ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചതും വാടപ്പുറം PK ബാവ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാടപ്പുറം PK ബാവ. അടുത്തതാണ് വാഗ്ഭടാനന്ദൻ. നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദൻ. അപ്പോ 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ഇത് ആരുടെയാ? വാഗ്ഭടാനന്ദൻ. സമുദായ മതനവീകരണത്തിനെതിരെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ. അധ്യാത്മയുദ്ധം എന്ന കൃതിയിൽ വാഗ്ഭടാനന്ദൻ ആരുടെ ആശയങ്ങളാണ് ഖണ്ഡിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങളാണ്. ഓക്കെ. ഇവിടെ ആർക്കും പ്രത്യേകമായ അധികാരമില്ല, അവകാശമില്ല. പ്രകൃതി ദേവത എല്ലാ മനുഷ്യരും അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും ഇവിടെ തുല്യ അവകാശത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഋഷി ഭാരതത്തിന്റെ സന്ദേശമാണിത് എന്ന് പറഞ്ഞത് വാഗ്ഭടാനന്ദൻ. മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ ലേബർ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന പത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ആരാണ്? അത് അഭിനവ കേരളമാണ്. ഓക്കെ. അടുത്തത് ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവൻ ജനിച്ചത് ബുധനൂരാണ്. ശുഭാനന്ദ ഗുരുദേവന്റെ യഥാർത്ഥ പേരാണ് പാപ്പൻകുട്ടി. ഏത് വർഷമാണ് ശുഭാനന്ദ ഗുരുദേവൻ 480 അനുയായികളുമായി മാവേലിക്കരയ്ക്കടുത്ത് ശിവഗിരിയിലേക്ക് തീർത്ഥയാത്ര നടത്തിയത്? 1927. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. 1934 കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ മാവേലിക്കരയിൽ സ്വീകരിച്ചതും ശുഭാനന്ദ ഗുരുദേവനാണ്. ഓക്കെ. അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ച സ്ഥലം നെയ്യാറ്റിൻകര. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്. ഒരു പ്രാദേശിക ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി കാറൽ മാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപരാണ് CP ഗോവിന്ദപിള്ള. തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തീയതിയാണ് 1910 സെപ്റ്റംബർ 26. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു തീയതി. തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തീയതിയാണ് 1910 സെപ്റ്റംബർ 26. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ അല്ലെങ്കിൽ മൈ ബണീഷ്മെന്റ്? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതേപോലെ തന്നെ ഈശ്വരൻ തെറ്റു ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന ആപ്തവാക്യമുണ്ടായിരുന്ന പത്രം സ്വദേശാഭിമാനി. 1903 K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപ സ്ഥാനമാണ് രാജിവെച്ചത്. അത് കേരള പഞ്ചിക. ഓക്കെ. അടുത്തത് തൈക്കാട് അയ്യ. തക്കല പീർ മുഹമ്മദ്, മക്കടി ലബ്ബ, ഫാദർ പേട്ടയിൽ ഫെർണാണ്ടസ്, സൂര്യനാരായണ അയ്യർ, പ്രകാശയോഗിനി അമ്മ എന്നിവർ ആരുടെ ശിഷ്യരായിരുന്നു എന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യയുടെയാണ്. സുബ്ബരായ പണിക്കർ എന്ന പേരിലാണ് കേരള ചരിത്രത്തിൽ പ്രസിദ്ധനായത് തൈക്കാട് അയ്യ. സുബ്ബരായ പണിക്കർ ഓർത്തു വച്ചോ. ആരാണ്? തൈക്കാട് അയ്യാണ്. തിരുവനന്തപുരം കേന്ദ്രമായ അയ്യ മിഷൻ പ്രവർത്തിക്കുന്നത് ആരുടെ സ്മരണാർത്ഥ? തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി അയ്യങ്കാളി എന്നിവർക്ക് മാർഗദർശിയായ സാമൂഹിക പരിഷ്കർത്താവ്. വേദാന്തി എന്ന നിലയിൽ തൈക്കാട് അയ്യയുടെ പ്രാഗൽഭ്യം പ്രകടമാകുന്ന കൃതി ബ്രഹ്മോത്തര കാണ്ഡത്തിലാണ്. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരാണ് സുബ്ബരായർ. ശിവരാജയോഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ഗുരുക്കളെയെല്ലാം ഗുരു എന്നറിയപ്പെട്ടത് ആര്? തൈക്കാട് അയ്യ. ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെട്ടത് തൈക്കാട് അയ്യാണ്. തൈക്കാട് അയ്യയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായിരുന്ന നവോത്ഥാന നായകനായിരുന്നു തൈക്കാട് അയ്യ. ഓക്കെ. അടുത്തത് വക്കം മൗലവി. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ വക്കം മൗലവിയാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും വക്കം മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വാധീന ഫലവുമായി ആലപ്പുഴയിൽ സ്ഥാപിതമായ സംഘടനയാണ് ലജ് നത്തുൽ മുഹമ്മദിയ സംഘം. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി 1922-23 കാലഘട്ടത്തിൽ രൂപം കൊണ്ട മുസ്ലിം ഐക്യസംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വക്കം മൗലവിയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിൽ മനുഷ്യന് പുരോഗതി സാധ്യമാവൂ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം മൗലവി. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം മൗലവി. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് വക്കം മൗലവി. തിരുവിതാംകൂർ സർക്കാരിന് അറബിക് ബോർഡിന്റെ ചെയർമാനായിരുന്നത് വക്കം മൗലവി. 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവി. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് വക്കം മൗലവി. അടുത്തതാണ് KP വള്ളോൻ. കൊച്ചിയിൽ 1913 കായലിൽ പുലയ മഹാസമ്മേളനം വിളിച്ചു ചേർക്കാൻ മുൻകൈയെടുത്തത് KP വള്ളോൻ. വസൂരി ബാധിതർക്കായി സേവന പ്രവർത്തനം നടത്തുന്നതിനിടയിൽ വസൂരി ബാധിച്ച് 1940 മരണപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ചുവടുപിടിച്ച് KP വള്ളോൻ അധകൃതൻ മാസികയുടെ പേര് മാറ്റിയത് എപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ ഹരിജൻ എന്ന പേരിലാണ്. ആരുടെ കാലാവധി തികഞ്ഞതിനെ തുടർന്നാണ് KP വള്ളോൻ കൊച്ചിയിൽ നിയമസഭാ അംഗമായതെന്ന് ചോദിച്ചാൽ PC ചാഞ്ചൻ. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓൾ ഇൻ ഓൾ റിവിഷൻ ആണ്. ഏകദേശം 40ഓളം വരുന്ന നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ 10th പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നമുക്ക് നിലവിലെ സെക്രട്ടേറിയറ്റ്സിന്റെ ബാച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ 10th പ്രിലിംസിന്റെ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനായിട്ട് കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ഞാൻ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം. ഒന്ന് പോയി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.